ഹായ് ഓൾ. റീസെൻ്റ് ആയിട്ട് ലീഗൽ ഫീൽഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഏരിയയാണ് റെൻ്റൽ ഡിസ്പ്യൂട്ടുകൾ എന്നുള്ളത്. അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാരണം ടെനൻസ് ഒക്കെ റെൻ്റൽ ലോകളെ കുറിച്ച് കൃത്യമായി അവയർഡ് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിലും നല്ലൊരു വിഭാഗം ഇപ്പോഴും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ ഡെയിലി ഓരോ വിഷയങ്ങൾ ഫേസ് ചെയ്തിട്ട് നമ്മളെ സമീപിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ടെനൻസിയിലേക്ക്, ഒരു കോൺട്രാക്റ്റിലേക്ക്, അല്ലെങ്കിൽ നമ്മളൊരു ഇജാരിയിലേക്ക് കടക്കുകയാണ്. ജനുവരി ടു ഡിസംബർ വരെയാണ് നമ്മുടെ ടെനൻസി ഉള്ളത് എന്ന് സപ്പോസ് ചെയ്യാം. പക്ഷേ ഈ ഒരു കാലാവധി ഡിസംബർ കഴിയുന്നതോടുകൂടി നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോകുന്നു. നമ്മുടെ കോൺട്രാക്റ്റ് അവസാനിച്ചു എന്ന ധാരണയിൽ നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോകുന്നു. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് യിൽ ഫോർമലി മാനുവലി ക്യാൻസലേഷൻ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ടെനൻസി പീരീഡ് കഴിയുന്നതോടുകൂടി ഓട്ടോ ക്യാൻസലേഷൻ എന്നുള്ളൊരു പ്രൊസീജിയർ ഇവിടെ ഇല്ല. അപ്പോൾ അത് കാരണം നമ്മുടെ കൺസേൺഡ് അതോറിറ്റി ആരാണോ, പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ആരാണോ, ലാൻഡ് ലോഡ് ആരാണോ, അവരുമായി ബന്ധപ്പെട്ട് കൃത്യമായ ക്യാൻസലേഷൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കീ ഹോൾഡിങ് ഒരു പ്രൊസീജിയറായിട്ട് ഉണ്ടായിരുന്നത് പോലെ തന്നെ ക്യാൻസലേഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് കീ റിട്ടേണിങ്ങും കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ നമ്മുടെ ഈ കോൺട്രാക്റ്റിൽ നമ്മുടെ നെയിമുമായി ബന്ധപ്പെട്ട് മിസ്ലിങ്ക് ചെയ്ത് കിടക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒക്കെ ലയബിലിറ്റി ചിലപ്പം എത്രയോ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം, വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഫേസ് ചെയ്ത് അതിൻ്റെ ബുദ്ധിമുട്ടും പിന്നീട് അത് റീപേ ചെയ്യേണ്ട ഇഷ്യൂസും ഒക്കെ ആയിട്ട് പലരും നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം, ആ ഇജാരി കോൺട്രാക്റ്റ് എന്ന് അവസാനിക്കുന്നോ അന്ന് മാനുവലി അത് ക്യാൻസൽ ചെയ്യുക എന്നൊരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ്.